ഡൽഹി ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ പാകിസ്ഥാൻ തുർക്കി ബന്ധങ്ങൾ ഇപ്പോൾ വെളിവാവുകയാണ്. പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഉമർ ബിൻ ഖത്താബ്, അതേപോലെ തുർക്കിയിലെ അങ്കാരയിലെ ഉക്കാസ എന്ന വ്യാജ പേരിലുള്ള മറ്റൊരാൾ, ഇവർ രണ്ടുപേരുമാണ് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ വൈറ്റ് കോളർ ടെററിസം അല്ലെങ്കിൽ ഡോക്ടർമാർ അംഗമായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരരെ ഏകോപിപ്പിച്ചത് ഇവർ രണ്ടുപേരും ചേർന്നതാണ് എന്നുള്ള തെളിവുകൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയിരിക്കുകയാണ്. ടെലഗ്രാം വഴിയാണ് ഏറെക്കുറെയും ഇവർ സംസാരിച്ചിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സൂയിസൈഡ് ബോംബറായി മാറിയ ഉമറും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായവരെല്ലാവരും തന്നെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമായതിനു ശേഷം നിരവധി തവണ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് തുർക്കി സന്ദർശനം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതായത് ഡോക്ടർ ഉമർ, അതായത് സൂയിസൈഡ് ബോംബർ ഉമർ, അതേപോലെ ഫരീദാബാദിൽ നിന്ന് പിടിയിലായ മുസമിൽ ഷക്കീൽ, ഇവർ രണ്ടുപേരും ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാകുന്നു. അതിനുശേഷം ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലേക്ക് ഇവർ സന്ദർശനം നടത്തുന്നു. അതോടൊപ്പം വിദേശ രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നു. അങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള തെളിവ് കിട്ടിയത്. അതുകൂടാതെ ഈ തുർക്കിയിലെ ഒരു ഉക്കാസ എന്ന പേരിലുള്ള അത് വ്യാജ പേരാണ്. അറബിയിൽ അതിന് സ്പൈഡർ, ചിലന്തി എന്നാണ് അതിലറിയപ്പെടുക. അപ്പോൾ ഈ ഉക്കാസ അംഗമായ സെഷൻ എന്ന് പറയുന്ന മറ്റൊരു ആപ്പ് വഴിയും ഈ ഭീകരവാദികൾ ബന്ധപ്പെട്ടിരുന്നു. ഈ തുർക്കിയിലുള്ള ഈ ഉക്കാസയാണ് ഇവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ സെഷൻ ആപ്പ് ഉപയോഗിച്ചത് അത് ബോധപൂർവമാണ്. കാരണം ഇത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ അതിലെ സന്ദേശങ്ങൾ ചോർത്തിയെടുക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്പ് വഴി ഇപ്പോൾ ഇവർ ബന്ധപ്പെട്ടു. അപ്പോൾ അന്വേഷണ സംഘം ഇവർ പരസ്പരം സംസാരിച്ച വിഷയങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്. കാരണം ഈ ഭീകരവാദ സംഘടനകൾ അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ ഈ ഭീകരവാദി ഗ്രൂപ്പ് പ്ലാൻ ചെയ്തത് 2008 മുംബൈ ഭീകരാക്രമണം, അതായത് നിരവധി സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടന്ന 2008 മുംബൈ ഭീകരാക്രമണം അതേപടി ആവർത്തിക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനിവർ പല സമയവും തിരഞ്ഞെടുത്തു. ഒന്ന്, നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് ആ സമയത്ത് ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് വിവിധ ഇടങ്ങളിൽ സ്ഫോടന പരമ്പര സൃഷ്ടിക്കുകയായിരുന്നു ഇവിടെ ലക്ഷ്യം. പിന്നീട് ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു, അത് വേണ്ടത്ര ഫലവത്തായില്ല. പിന്നെ ഒക്ടോബറിൽ ദിവാലി ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. അതും വിജയിച്ചില്ല. അതിനുശേഷമാണ് വീണ്ടും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. ഇവർ ലക്ഷ്യമിട്ടത് ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർഷികാചരണം ഡിസംബർ 6 വരികയാണ്. ആ സമയത്ത് ഡൽഹിയിൽ ഏതാണ്ട് 6-7 സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താനായിട്ടുള്ള പദ്ധതിയാണ് ഇവരിട്ടത്. അപ്പോൾ ഇതിനു വേണ്ടി വിപുലമായ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി എന്നുള്ളതാണ് വിവരം. അപ്പോൾ ആദ്യം ഇവർ ചെയ്തത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ അനുഭാവികളായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുക. അതിനുശേഷം ജെയ്ഷെ മുഹമ്മദും അതേപോലെ മറ്റൊരു ഭീകര സംഘടന അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുമായി ഏകോപിപ്പിച്ച് ഈ ഭീകര പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യ പദ്ധതി. അതിനുശേഷം രണ്ടാമത്തെ ഗുർഗ്രാം എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിൽ നിന്ന്, ഹരിയാനയിലെ 2 സ്ഥലങ്ങളാണ്. ഇവിടെ നിന്ന് ശേഖരിച്ച സ്ഫോടക വസ്തുക്കൾ IED, അതായത് അത് ചില രാസവസ്തുക്കളാണ്, അത് IED ഇംപ്രൊവൈസ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആക്കി അതിനെ മാറ്റുക എന്നുള്ള പരിപാടിയായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം, ഇവർ ഈ രാസവസ്തുക്കൾ അതൊക്കെ ഉപയോഗിച്ച് അത് സ്ഫോടക വസ്തുക്കളാക്കി മാറ്റുക. അത് കൃത്യമായി എവിടെയൊക്കെയാണോ അത് പ്ലാൻ ചെയ്യുന്നത്, സ്ഫോടനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലങ്ങളൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ അജണ്ട. നാലാമത്തെ സംഗതി, ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിൽ ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകുക എന്നുള്ളതായിരുന്നു. ആറാമത്തെ 6-7 സ്ഥലങ്ങളിൽ കൃത്യമായി ബോംബ് സ്ഫോടനം നടത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാൻ സാധിച്ചത് ഈ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള ഡിസംബർ 6 വലിയ ഒരു സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ഇവർ പദ്ധതി തയ്യാറാക്കി. അതിനു വേണ്ടിയിട്ടാണ് ഏതാണ്ട് 2900 കിലോഗ്രാമോളം
സ്ഫോടക വസ്തു ഫരീദാബാദിലെ സൂക്ഷിച്ചിരുന്നത്. അതോടൊപ്പം ഈ പൊട്ടിത്തെറിച്ച ഉമർ, ഡോക്ടർ മുഹമ്മദ് ഉമറിൻ്റെ കൈവശം എത്രമാത്രം സ്ഫോടക വസ്തു ശേഖരം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല. മറ്റൊരു സംഗതി, ഇപ്പോൾ ഈ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചത് 10 ദിവസം മുമ്പ് മാത്രം വാങ്ങിയ ഒരു ഹുണ്ടായ് i20 വെള്ള കാറാണ്. അപ്പോൾ ഇത് ഫരീദാബാദിലെ ഇവർ ജോലി ചെയ്തിരുന്ന മെഡിക്കൽ കോളേജിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ സൂക്ഷിച്ചതിന് ശേഷം ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് ആ ദിവസം രാവിലെയാണ് ഇത് ഡൽഹിയിൽ ഈ കാർ എത്തിച്ചത്. മറ്റൊരു അന്വേഷണത്തിൽ ഇതേ ഉമറിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു ചുവന്ന കളർ ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന മറ്റൊരു കാറും അന്വേഷണ സംഘം ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡൽഹി അഡ്രസ്സ് വ്യാജമാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹുണ്ടായ് i20 കാറിനൊപ്പം ഈ എക്കോസ്പോർട്ട് കാറും അതും സ്ഫോടക വസ്തുക്കൾ നിറച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി പൊട്ടിത്തെറിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയ ഒരു കാർ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഡോക്ടർമാർ ഇതുവരെ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെലഗ്രാം വഴി വലിയ രീതിയിലുള്ള ഭീകരാസൂത്രണമൊക്കെ നടക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഫരീദാബാദ് മെഡിക്കൽ കോളേജിലെ മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്നയാളെ അന്വേഷണ സംഘം, ദേശീയ സുരക്ഷാ സംഘം പിടികൂടിയത്. അതായത് വൈറ്റ് കോളർ ടെററിസം എന്നാണ് ഇതിന് അവർ പേര് കൊടുത്തേക്കുന്നത്. ഇയാളാണ് ഈ സംഘത്തിൻ്റെ പ്രധാനി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മുസമ്മിൽ ഷക്കീൽ നൽകിയ വിവരമനുസരിച്ച് ഉത്തർപ്രദേശിലെ ഷഹാരൻപൂരിൽ നിന്ന് ആദിൽ റത്തീർ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടറും പിടിയിലാകുന്നു. ഈ ആദിൽ റത്തീറാണ് ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റർ പ്രചാരണമൊക്കെ നടത്തിയത്. അപ്പോൾ ഇവർ നൽകിയ മൊഴി അനുസരിച്ച് ഒരു വനിത, അത് ഡോക്ടർ ഷാഹീൻ ഷാഹീദ് എന്ന് പറയുന്ന ഒരു വനിതയും കൂടി പിടിയിലാകുന്നു. അപ്പോൾ നേരത്തെ പിടിയിലായവർ നൽകിയ മൊഴി അനുസരിച്ച് അവർ വാടകയ്ക്കെടുത്ത ഒരു കെട്ടിടത്തിൽ നിന്ന് 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. ഇവർ നൽകിയ മൊഴി അനുസരിച്ച് ഡോക്ടർ ഷാഹീൻ ഷാഹീദ് എന്ന് പറയുന്ന വനിതയെയും പിടികൂടുന്നു. അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ കാറിൽ നിന്ന് AK-47 തോക്കും പിസ്റ്റലുകളും തിരകളും പിടികൂടുന്നു. അപ്പോൾ ഇവർ ഈ വനിത ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മൊമീനത്ത് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഇന്ത്യയിലെ കമാൻഡർ ആണെന്നുള്ള വിവരവും വരുന്നുണ്ട്. ഇതുകൊണ്ടും കഴിഞ്ഞില്ല, മറ്റ് 2 ഡോക്ടർമാർ കൂടി ഇതിൽ പിടിയിലാകുന്നുണ്ട്. അതൊന്ന് ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനായി, മറ്റൊന്ന് ഡോക്ടർ അജ്മൽ അഹമ്മദ് മാലിക്. അപ്പോൾ ഇവരും കൂടി ഈ സംഘത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കശ്മീരിലെ ഇർഫാൻ മൗലവി എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം ഒരു പാരാമെഡിക്കൽ സ്റ്റാഫാണ്. അപ്പോൾ ഇദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള കക്ഷിയാണ്. അങ്ങനെ ഈ പള്ളികളിൽ നിരന്തരം സന്ദർശനത്തിന് വരുന്ന യുവാക്കളെ വശീകരിച്ച, അല്ലെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്താണ് ഇദ്ദേഹം ഈ ഭീകര പദ്ധതിയുടെ ഭാഗമാക്കിയത് എന്നുള്ളതാണ് വിവരം. ഏതായാലും ഈ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ്, അദ്ദേഹം ഈ അൽഫല യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറാണ്. അപ്പോൾ ഈ അൽഫല മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന ഏറെയും നടന്നത് എന്നുള്ളതാണ് സംഭവത്തിൻ്റെ മറ്റൊരു സംഗതി. ഈ ഉമർ മുഹമ്മദ് സ്ഫോടനം നടന്ന ദിവസം രാവിലെ 8 മണിയോടുകൂടി ഡൽഹിയിലെത്തി. അതായത് തൻ്റെ കൂട്ടാളികൾ പിടിയിലായി എന്ന് മനസ്സിലാക്കിയപ്പോൾ തലേ ദിവസം രാത്രി ഈ ഫരീദാബാദിൽ നിന്ന് മുങ്ങിയതാണ് ഈ ഉമർ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ കാറും അടക്കം എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവണം താനും പിടിയിലാകും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഫോടക വസ്തുക്കളുമായിട്ട് ഡൽഹിയിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ ഒരു പള്ളിയിൽ, അതായത് ഈ റെഡ് ഫോർട്ടിന് സമീപമുള്ള ഒരു പള്ളിയിൽ ഇദ്ദേഹം, അതായത് സുനേരി മസ്ജിദ്, അവിടെ വൈകിട്ട് 3:19 പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏതാണ്ട് 3 മണിക്കൂറോളം പള്ളിയിൽ ഇദ്ദേഹം പ്രാർത്ഥനാ നിരതനായി കഴിഞ്ഞു. അതിനുശേഷം 6:30 വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി 6:52 കൂടിയാണ് സ്ഫോടനം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പരിചയമുള്ളവർക്ക് പറയുന്നത് ഇദ്ദേഹം ചെറുപ്പകാലത്ത് ഒരു അന്തർമുഖനായിരുന്നു, വായനാശീലമുള്ള ആളായിരുന്നു, അധികം ആരോടും ഇടപഴകാത്ത ആളായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് ഇദ്ദേഹം നിരന്തരമായി സന്ദർശനങ്ങൾ, യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഫരീദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് നിരന്തരം യാത്രകൾ നടത്തി. അതെല്ലാം ഈ സ്ഫോടനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ അമ്മയും 2 സഹോദരങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് അവരെ വിധേയരാക്കും. ഏതായാലും ഇവരിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിൾ ഈ സ്ഫോടനത്തിൽ തകർന്ന കാറിൽ നിന്ന് ലഭിച്ച DNA സാമ്പിളുമായി സാദൃശ്യമുണ്ട്. അപ്പോൾ മരിച്ചത് ഉമർ മുഹമ്മദ് തന്നെയാണ്, ഈ സ്ഫോടനം നടത്തിയത് ഉമർ മുഹമ്മദ് തന്നെയാണെന്നുള്ള സ്ഥിരീകരണം വന്നേക്കുന്നു. ഏതായാലും ഡൽഹി സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വസ്തുതകൾ വരുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പിക്കാം, പാകിസ്ഥാനിലും തുർക്കിയിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകൾ നൽകിയ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ അവരുടെ പിണിയാളുകളായിട്ട് പ്രവർത്തിച്ച ആളുകളാണ് ഇവിടെ സ്ഫോടന പരമ്പര നടത്താൻ ഉദ്ദേശിച്ചത്. ഏതായാലും നമുക്ക് ഒരു ഭാഗ്യമുണ്ട്, അവർ ഉദ്ദേശിച്ചതിൽ നിന്ന് നടപ്പാക്കാൻ ഏതായാലും അന്വേഷണ സംഘം അതിൽ വിജയിച്ചു, അത് തടയുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ലഭ്യമാകും എന്ന് തന്നെ കരുതാം.